Campus News is brought to you by ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കുണ്ടന്തടം ഗ്രാമീണ വായനശാലയുടെ ഈ വർഷത്തെ വാർഷികാഘോഷ പരിപാടികൾ വിപുലമായ ചടങ്ങുകളോടെ വായനശാല ഹാളിൽ വെച്ച് നടന്നു. 2010 പ്രവർത്തനം ആരംഭിച്ച വായനശാലയ്ക്ക് കീഴിൽ ബാലവേദി, വനിതാവേദി, യുവജനവേദി, വയോജന സഭ എന്നിവ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനയ്ക്കൽ നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി രമ്യ പി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി രൂപേഷ് പി ആർ നന്ദിയും രേഖപ്പെടുത്തി. ആഘോഷങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങൾക്കായി ഒരുക്കിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും പായസ വിതരണവും ഇതോടൊപ്പം നടന്നു. പ്രദേശത്തെ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖരും വായനശാല അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. ആദ്യമായിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് നമ്മുടെ വായനശാലയുടെ പ്രസിഡന്റ് കാലേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ പ്രസിഡന്റ് വേറൊരു പരിപാടി മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രസിഡന്റിന് വളരെ തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ വാർഡിൻ്റെ മെമ്പറും കൂടിയാണ്. കഴിഞ്ഞ ദിവസം വന്ന് നമ്മുടെ വായനശാലയുടെ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തുകയൊക്കെ ചെയ്തതാണ്. അപ്പം ഒരുപാട് തിരക്കുള്ള സമയമാണിപ്പോൾ. ആ സമയത്ത് നമ്മുടെ കൂടെ വന്നു ചേർന്ന് അതേപോലെ നമ്മുടെ വായനശാലയുടെ രക്ഷാധികാരിയും നമ്മുടെ വായനശാലയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ മാഷ് ആശംസ വാർഷിക പൊതുയോഗമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ പരിപാടിയിലോട്ട് കടക്കാം. നമ്മുടെ ഈ വാർഷിക ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ ഈ വേദിയിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്യും. എല്ലാവർക്കും സുഖമാണോ? കുഞ്ഞുങ്ങൾക്ക് ആണോ? നിങ്ങൾക്ക് ഉള്ള സമ്മാനങ്ങളാണോ ഇവിടെ ഇരിക്കുന്നത്? ആണോ? ബാലവേദിയിലെ കുട്ടികളല്ലേ ഇവിടെ ഇരിക്കുന്നത്? അപ്പം നിങ്ങൾക്കുള്ള സമ്മാനമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ആ സന്തോഷമൊക്കെ നിങ്ങളുടെ മുഖത്തൊന്നും കാണുന്നില്ലല്ലോ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വായനശാലയുടെ 2011 അല്ലേ 2010 തുടങ്ങിയ വായനശാലയാണെന്ന് പറഞ്ഞപ്പോൾ വർഷങ്ങളോളമായി ഈ വായനശാലയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്. അപ്പം വളരെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ 1-2 പേര് ഞങ്ങളുടെ വായനശാലയുടെ പ്രവർത്തനമായി ഇന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വായനശാല. നമ്മുടെ ലൈബ്രറിയിൽ അടുക്കും ചിട്ടയോടും കൂടി നല്ല രീതിയിൽ ആ പുസ്തകങ്ങളും ആ ബുക്കുകളും രജിസ്റ്ററുകളും എല്ലാം വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാം പുസ്തകങ്ങൾ എടുക്കുന്നുണ്ടോ കുഞ്ഞുങ്ങൾ? നമുക്കറിയാം ഇത് നമ്മുടെ അറിവുകളൊക്കെ വിരൽത്തുമ്പിലുണ്ട്, നമ്മുടെ ഫോണിലുണ്ട്. പക്ഷെ വായിച്ച് കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണല്ലേ. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു 2 വരികൾ ഞാൻ ഓർത്തു പോവുകയാണ് ഈ അവസരത്തിൽ. ബാക്കി അറിയാമോ? വായിച്ചില്ലേലും വളരും, പക്ഷെ വായിച്ചാൽ വിളയും. വായിച്ചാൽ നല്ല അറിവ് കിട്ടുമെന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാം നല്ല കുട്ടികളായിട്ട് എന്നും പുസ്തകങ്ങളെടുത്ത് നന്നായിട്ട് വായിച്ച് പഠിച്ച ഒരു ശീലം നിങ്ങളിൽ ഉണ്ടാക്കണം. ആ നിങ്ങളിൽ ബാലവേദി കുട്ടികളായ നിങ്ങളിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ ചിലപ്പോൾ പഠിച്ച് വിദേശത്തേക്കൊക്കെ പോകും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമുക്കൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ വൈകുന്നേരങ്ങളിൽ പോയിരുന്ന് വർത്തമാനം പറയാനും അല്ലേ, നാട്ടുവർത്തമാനം പറയാനൊക്കെ ഒരു ഇടമായി മാറും കാര്യക്രമമാണ് നമ്മുടെ വായനശാലകൾ. അപ്പോൾ നമ്മൾക്കും പുസ്തകങ്ങൾ എടുത്ത് വായിക്കാം, ഇപ്പോഴും വായിക്കാം. അന്നും നമുക്ക് ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഈ പരിപാടി എത്തിച്ചേരാൻ അല്പം താമസിച്ചു പോയി. ക്ഷമാപണം നടത്തുകയാണ്. അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകേണ്ട വന്നതുകൊണ്ടാണ് ഇന്ന് വരാതിരിക്കാൻ. എല്ലാവിധ വിജയ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനായി അറിയിക്കുന്നു. സ്വന്തമായുണ്ട്. 2024 ഡിസംബർ മാസം ശ്രീ എം കെ ബാലകൃഷ്ണൻ പ്രസിഡന്റും ശ്രീമതി രമ്യ ടീച്ചർ സെക്രട്ടറിയുമായിട്ടുള്ള 15 അംഗ ഭരണസമിതി നിലവിൽ വന്നു. ബാലവേദി, വനിതാവേദി, വയോജനവേദി എന്നീ വേദികൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള വായനശാല കമ്മിറ്റി അംഗങ്ങളും സമീപത്തുള്ള സഹോദരി സഹോദരന്മാര്, ഏറ്റവും പ്രിയപ്പെട്ട ബാലവേദി ഈ വായനശാലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെയധികം അടുത്തടുത്ത് വീടുകളിലുള്ള പ്രദേശമാണ് പോകുന്നത്. എങ്കിലും ഇങ്ങനൊരു പരിപാടി നടത്തുമ്പോൾ കുറച്ചും കൂടി പങ്കാളിത്തം ഉണ്ടാവേണ്ടതായിരുന്നു ഒരു വായനശാല. പ്രത്യേകിച്ച് പറയുമ്പോൾ ചെറുപുഴ പഞ്ചായത്തിലെ തന്നെ ഗ്രന്ഥശാലകളിൽ വെച്ച് ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വായനശാല കൂടിയാണ്. പലപ്പോഴും
ഗ്രന്ഥശാല കൗൺസിലിന്റെ എല്ലാ പരിപാടികളും അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് എല്ലാ മീറ്റിങ്ങുകളിലും, അത് കണ്ണൂരായാലും പയ്യന്നൂരായാലും എവിടെ നടക്കുന്ന മീറ്റിങ്ങുകളിലും നമ്മുടെ അംഗങ്ങൾ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വായനശാല. പക്ഷേ നമ്മുടെ ഭൗതിക സാഹചര്യം വളരെ മോശമാണ്. നമുക്ക് ഒരു 3 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ പോലും ആവശ്യമായ ബിൽഡിംഗ് ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, വരുന്നൊരു വർഷം നമുക്ക് അതിന് നേടിയെടുക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. അപ്പൊ അടുത്തൊരു വാർഷിക യോഗം MLA ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധ്യക്ഷതയിൽ വളരെ മനോഹരമായ ഒരു യോഗത്തിൽ വെച്ച് അതിന്റെ ഒരു ഉദ്ഘാടനവും അതുപോലെ തന്നെ മനോഹരമായ ഒരു വാർഷികാഘോഷവും നടത്തുവാൻ നമുക്ക് സാധിക്കണം. അതിന്റെ പ്രവർത്തനത്തിന് കമ്മിറ്റി എല്ലാ തലത്തിലും മുന്നോട്ട് വരുന്നതാണ്. നാളിതുവരെ നമ്മുടെ കുണ്ടന്തരത്തിന്റെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളിൽ എപ്പോഴും നമ്മൾ മുന്നിട്ട് നിന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ കഴിഞ്ഞ 2 മാസം പിന്നെ നമ്മൾ സാമ്പത്തികമായ മറ്റൊന്നും നോക്കാതെ തന്നെ കുട്ടികളെ കണ്ണൂരേക്ക് ഒരു സാധാരണ വിദ്യാലയങ്ങളിൽ മാത്രം നടക്കുന്ന ഒന്നാണ് യാത്ര, വിനോദയാത്ര. കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു വിനോദയാത്ര അത്രയും റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ 2-3 പേര് നേതൃത്വം നൽകിക്കൊണ്ട് നടക്കുകയുണ്ടായി. അപ്പൊ അത്തരത്തിൽ വയോജനങ്ങൾക്കാണെങ്കിൽ പലതരത്തിലുള്ള ചെക്കപ്പുകളും ഒക്കെ നമ്മുടെ അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.